ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് ക്രംസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതെങ്ങനെയാണ് കേടുകൂടാതെ എടുത്ത് വയ്ക്കാമെന്നും നോക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയുടെ ജാറിൽ കുറച്ച് ബ്രെഡ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയപ്പോൾ അതിങ്ങനെ റൗണ്ടിലാണല്ലോ ബ്രെഡ് കട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള സൈഡ് ഭാഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ബ്രെഡാണിത്. അപ്പോൾ ആ ബ്രെഡ് നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട, നമ്മൾ ഇതേപോലെ ചെയ്തെടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വല്ല കട്ട്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മിക്സർ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളതൊരു പാനിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു നനവ് പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതേപോലെയൊക്കെ കട്ട പിടിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നല്ലൊരു നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു കട്ട്ലേറ്റോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട്ലേറ്റൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ ബ്രെഡൊക്കെ മേടിച്ചിട്ട് ഒരു 5-6 ദിവസമൊക്കെയല്ലേ അതിൻ്റെ ഡേറ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എക്സ്പയർ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡൊക്കെ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നിട്ടുള്ള ബ്രെഡ് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മിക്സഡ് ജാറിലിട്ട് പൊടിച്ചിട്ട് ഇതേപോലെ നമ്മൾ ഒന്ന് വറുത്ത് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതിരിക്കും. നമുക്ക് പിന്നീട് കട്ട്ലേറ്റോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കേടാവില്ല. അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ച് നമ്മൾ ടീനിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും കേടാവും. അപ്പോൾ ബ്രെഡ് പൊടിച്ച് നമ്മളൊരു പാനിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായി വറുത്തെടുക്കുക. അപ്പോഴാണ് ശരിക്കും അത് കേടുകൂടാതെ കുറച്ച് ദിവസം ഇരിക്കുള്ളൂ. അപ്പോൾ ഇതിലുള്ള ഒരു വെള്ളം നനവ് പോകുന്ന വരെയും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബ്രെഡ് ക്രംസിൻ്റെ പോലെ തോന്നണം. അത് നമ്മൾ റസ്കൊക്കെ പൊടിക്കില്ലേ, അതേപോലെ ഒന്ന് ആവണം. അതുവരയ്ക്കും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ ബ്രെഡ് പൊടിച്ച വഴിക്ക് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് വറുത്ത് വന്നു കഴിഞ്ഞ് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ മുരുവരാന്നിരിക്കുന്നുണ്ടാവും, നമ്മൾ റസ്കൊക്കെ പൊടിക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായി ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇതൊരു ടിന്നിലിട്ടിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ തൊട്ട് നോക്കുമ്പോൾ നല്ല മുരവരാന്ന് വന്നിട്ടുണ്ട്. നമ്മൾ റസ്കൊക്കെ പൊടിച്ചിട്ടുള്ള പോലെ തന്നെ പുറമേ നിന്നൊക്കെ മേടിക്കുന്ന ബ്രെഡ് ക്രംസ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലിട്ടിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ബ്രെഡോ അല്ലെങ്കിൽ ഡേറ്റൊക്കെ കഴിയാറായിട്ടുള്ള ബ്രെഡൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ടിന്നിലിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.